ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിന്മയിലേക്കാണെങ്കിൽ അവൻ്റെ ലക്ഷ്യം എങ്ങുമെത്താതെ നാശത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് ചാടുവാനിടയായിത്തീരും. ഒരുവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നന്മയിലേക്കുള്ള വഴിയിലൂടെയുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യമാണെങ്കിൽ അവൻ്റെ ജീവിതം അനുഗ്രഹത്തിലേക്കും സ്വസ്ഥതയിലേക്കും സന്തോഷത്തിലേക്കും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കും എത്തിച്ചേരുവാനിടയായിത്തീരും. ഒരുവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ഒരുവൻ ദൈവത്തിലാകുമ്പോൾ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായും കർത്താവായും സ്വീകരിക്കുമ്പോൾ, യേശുവിനായി അവൻ്റെ ഹൃദയത്തെ സാർത്ഥമായി സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥമായ ലക്ഷ്യം ഉദയം ചെയ്യുവാനിടയായിത്തീരും. ഒരു ദൈവത്തിൽ ആയിത്തീരുന്ന ആ ഹൃദയത്തിലെ ലക്ഷ്യത്തിൽ വലിയവനാകുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ താനും എടുക്കപ്പെടണം, ചേർക്കപ്പെടണം എന്നുള്ള ഒരു മകൻ ലക്ഷ്യമായിരിക്കും അത്. പ്രത്യാശയാലല്ലോ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് നമ്മൾ വായിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പ്രത്യാശയിൽ നിന്നാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ നന്മയുടെ ജീവന്റെ വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാനിടയായിത്തീരും. സ്തോത്രം. ഒരുവൻ ഒരു പ്രസംഗം കേട്ടോ, ആരുടെയെങ്കിലും സുവിശേഷം കേട്ടോ, അന്നേരത്തെ ഒരു നിയോഗത്താൽ അവന് ഒരു സമർപ്പണവും ഒരു ഏറ്റുപറച്ചിലും ഉണ്ടായെന്ന് വന്നാലും അവൻ്റെ ഹൃദയത്തിൽ ഒരു ശരിയായ ഒരു ആത്മദർശനം വന്നില്ലെങ്കിൽ താൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥമാകുന്ന ലക്ഷ്യം അത് പ്രത്യാശ അവസ്ഥയിൽ നിന്നല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ആത്മീയ പ്രയാണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ യഥാർത്ഥമായും ദൈവം ഒരു സ്ഥാനത്തെ ആക്കി വച്ചിരിക്കുന്നു, നിയോഗിച്ചു വച്ചിരിക്കുന്നു. അവൻ അതിനുള്ള ആലോചനയും കൽപ്പനയും നൽകുകയാണ് ദൈവം ആക്കി വയ്ക്കുന്നത്. ഏദനിലെ ആദമനും ഹവ്വായിക്കും അവരെ ആ തോട്ടത്തിന് ആക്കി വെച്ചത് ദൈവം കൽപ്പനകളും അതിൻ്റെ പ്രമാണങ്ങളും കൊടുത്ത. അവർ അതിൽ നിന്ന് സാത്താൻ്റെ ഇടപെടലിനാൽ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം അവരിൽ സഫലമായില്ല. ഇതുപോലല്ലേ പലരുടെയും ജീവിതം. കാര്യം ദൈവത്തിൻ്റെതായ നിയോഗമുണ്ട്, ആലോചനയുണ്ട്, വിളിയുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെതായ കൽപ്പനകൾക്കും ആലോചനകൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് അത് നിലനിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ സാത്താൻ്റെ ആലോചന, സാത്താൻ്റെ ഹിതത്തിന്, സാത്താൻ്റെതായ വഞ്ചനയ്ക്ക് വഴിപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ സ്വാർത്ഥതയുടെ വഴിയിൽ കൂടി ആയിരിക്കും സഞ്ചരിക്കുക. ഒടുവിൽ അവൻ എവിടെ എത്തിച്ചേരുവാനിടയായിത്തീരും? വളരെ ദുസ്സഹമായ പരാജയത്തിൻ്റെതായ അന്ത്യത്തിലെത്തിച്ചേരുവാനിടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, ഒരുവനെ ദൈവം താൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അവനെ സന്ദർശിക്കും. ദൈവം ഒരുവനെ കാണുന്നതിന് പിൻപിൽ ദൈവത്തിന് യഥാർത്ഥമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ശൗൽ എന്ന് പറഞ്ഞ യഹൂദൻ, അതെ, ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ്റെ കവണം
അധികാരികളിൽ നിന്ന് നിയമപത്രം വാങ്ങി അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലെ കൊണ്ടുപോകാൻ തക്കവണ്ണം അവൻ അതെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ യഹൂദ മതത്തിന് വേണ്ടിയുള്ള എരിവിൽ അവൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വലിയവനായ ദൈവം എന്ത് ചെയ്തു? നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവൻ പ്രയാണിച്ച് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചെന്നേ. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു. കണ്ടോ, അതുവരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനുള്ള, അവരെ നശിപ്പിക്കുവാനുള്ള മനോഭാവമായിരുന്നു. പക്ഷെ അവനിലുള്ള ഒരു മിഷനറിയുടെ ആത്മാവ് ഉണ്ടായാൽ അതെങ്ങനെ ആയിരിക്കുമെന്ന് സ്വർഗത്തിൽ കണ്ടവനായ ദൈവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതെ, ദമസ്കോസിന് സമീപിച്ചപ്പോൾ ദൈവത്തിന്റെ സന്ദർശനം അവനെ ഉണ്ടായി. നമുക്കവന്റെ ചരിത്രം അറിയാം. അവൻ യഥാർത്ഥമായും വചനം കേട്ട് അനന്യാസ് അവന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവനെ അനന്യാസിനാൽ സ്നാനമേറ്റ്, അനന്യാസിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ്, അതെ, അനന്യാസിൽ കൂടെ അനന്യാസ് അവന്റെ തലമേ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ അവിടുന്ന് വിടുമ്പോൾ അവനൊരു പുതിയ ലക്ഷ്യമായിരുന്നു, ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു, ഒരു പുതിയ നിയോഗമായിരുന്നു, ഒരു പുതിയ ആത്മാവ് അവനിൽ വന്നു, ഒരു പുതിയ ദർശനം അവനിൽ വന്നു. ആ ദർശനം, അതിൻ്റെ ആ ദൈവവിളിയുടെ യഥാർത്ഥ രൂപം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് അതേ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതേ കർത്താവിൻ്റെ ശബ്ദം അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതിനെ കുറിച്ചുണ്ടായി. അവിടെയുള്ള ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് അവൻ്റെ തലമേ കായ്വെച്ച് പ്രാർത്ഥിച്ചയക്കുന്നത്. പിന്നീടുള്ളവൻ്റെ അവൻ്റെ മിഷണറി യാത്ര എങ്ങനെയായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാനം അവൻ്റെ സാക്ഷി ഇങ്ങനെയാണ്: ഞാൻ നല്ലോണം പൊറുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, തങ്ങൾ പ്രത്യാശ വെച്ച ഏവർക്കും കൂടെ. സ്തോത്രം. അങ്ങനെ ഒരു ഏറ്റുപറച്ചിലോടുകൂടിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുവാനിടയായിത്തീരുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു, എത്രമാത്രം സഭകൾ സ്ഥാപിച്ചു, എത്രമാത്രം ആത്മാക്കളെ നേടി, എന്തെല്ലാം കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഇടയായി തീർന്നു. ലക്ഷ്യം നല്ലതാണെങ്കിൽ മാത്രമേ, ലക്ഷ്യത്തിലുള്ള ഉദ്ദേശം എന്താ ശരിയായെങ്കിൽ മാത്രമേ, ലക്ഷ്യത്തിലുള്ള ദർശനം ആത്മികമാണെങ്കിൽ മാത്രമേ ഒരു പൗലോസിനെ പോലെ ജീവിതം കൊണ്ട് എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ, എത്തേണ്ട ലക്ഷ്യത്തിലെത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജീവിതത്തിലെ അതെ വിട്ടുപോരുവിൻ, അശുദ്ധമായതിന് വിട്ടുപോരുവിൻ എന്നുള്ള ദൈവശബ്ദം കേൾക്കുമ്പോൾ ലോത്തിനും കുടുംബവും ഇറങ്ങി ഓടിയെങ്കിലും വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നു. ലോത്തും മക്കളും വിട്ടോടിപ്പോയെങ്കിലും അവർ പ്രമാണത്തിൽ നിൽക്കാതെ അവർ അശുദ്ധിയിലേക്ക് വീണുന്ന മുഖാന്തരം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ, ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അവരെത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ നമ്മൾ മുടിയനായ പുത്രനെ പോലെ അത് അപ്പൻ്റെ ഭവനത്തിലെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും പ്രാപിച്ച് ഇതിനു മധ്യേ പിശാചിൻ്റെ ഇടപെടലുണ്ടായി ആ അനുഗ്രഹിക്കപ്പെട്ട ഭവനം വിട്ട് അപ്പനൊന്നും മേടിക്കേണ്ടതെല്ലാം മേടിച്ചുകൊണ്ട് പോയി ദുഷ്പ്രവർത്തിക്കാരനായി തീർന്ന് ഒടുവിൽ ജീവിതത്തിൽ പന്നിയെ മേയ്ക്കുന്ന ഉടയവൻ്റെ വീട്ടിൽ പോയി വളരെ അപകടകരമായ, വളരെ വിധമാകുന്നതായ പരാജയമായ ജീവിതത്തിൽ എത്തിച്ചേർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നന്മ നൽകുമ്പോൾ, അനുഗ്രഹം നൽകുമ്പോൾ, അപ്പൻ്റെ വീട്ടിലെ ഭവനത്തിലെ സന്തോഷം അനുഭവിക്കുമ്പോൾ ഇതിനു മധ്യേ ഉണ്ടാകാവുന്ന സാത്താന്യ ഇടപെടലുകൾ
പല ഭാഗത്തും ഉണ്ടാകാം. അതിനെല്ലാം അതിജീവിച്ച് അതിന്മേലെല്ലാം യഥാർത്ഥമായി അതേ മറികടന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവ കർത്താവിലേക്ക് നോക്കി പിൻപുള്ളതിനെ മറന്നിലാക്കലെ കാഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ പരമയുടെ ലക്ഷ്യത്തിലേക്ക് ഓട്ടം തികയ്ക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥമായും അതേ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് ഒരിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ജീവിതം കൊണ്ട് എത്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ വിധങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.